ഹലോ, എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ. പൂക്കളാവട്ടെ ഇന്നത്തെ കണി. അവർക്ക് എഴുന്നേറ്റ് കണി കണ്ടു കാണുമല്ലേ? കുറച്ച് ലേറ്റായി പോയി. വള്ളി റോസയും ചെമ്പരത്തി പൂക്കളും എല്ലാം രാവിലെ മഴയത്ത് കുളിച്ച് നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് വള്ളി റോസ കളക്ഷൻസ് എനിക്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം പോയിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ എനിക്കുള്ളൂ. ഇത് കണ്ടോ, കോഴിവാലൻ്റെ മഞ്ഞ കളറാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കളറാണല്ലേ ഈ മഞ്ഞ. സ്റ്റാർ സീരിയൽ കട്ടിങ് പിടിപ്പിക്കാനായിട്ട് പറ്റിയൊരു ക്ലൈമറ്റാണിത്. കുഞ്ഞു തണ്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു ക്ലൈമ്പിംഗ് റോസ് ആണ് കേട്ടോ, പുതിയൊരാളാണ്. ഇത് പണ്ടത്തെ എൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരുന്നത്. ഒത്തിരി റെയർ വെറൈറ്റീസ് പ്ലാന്റ്സ് വലിയ വലിയ വില കൊടുത്താണ് ഞാൻ വാങ്ങി വെച്ചിരുന്നത്. പക്ഷേ ഈ കൂട്ടത്തിലുള്ള പലരും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അതിലും വിഷമമുണ്ട്. എന്നാലും നമ്മൾ തിരിച്ച് ഇതിനേക്കാളും അപ്പുറമായിട്ട് തിരിച്ച് പിടിക്കും എന്നുള്ളൊരു മനസ്സെനിക്കുണ്ട്. ഇതാണ് യെല്ലോ ടൊറേനിയം. യെല്ലോ ടൊറേനിയംസ് ഫുള്ളായിട്ട് മഞ്ഞ കളർ വരില്ല. പ്യൂർ വൈറ്റിൽ ഒരു മഞ്ഞ കുത്ത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. മറ്റേ ചെടിയെ പോലെ എപ്പോഴും വിത്ത് വീണ് ഇത് ഇങ്ങനെ മുളയ്ക്കണം എന്നില്ല. ഇതിൻ്റെ സീഡിടുമ്പോൾ ഈ കളർ തന്നെയാണ് മുളച്ച് വരുന്നത്. പക്ഷേ പിടിച്ചാൽ പിടിച്ചു എന്ന് പറയാം. ഭയങ്കര പാടാണ്. മറ്റേ ചെടിയെ പോലെ വളരെ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വളർത്തുകയും വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് നമ്മളെ കൊക്കോപ്പീറ്റും പൊടിഞ്ഞ ചാണകപ്പൊടിയും നല്ല പൊടി പൊടിയായിട്ടുള്ള പോട്ടിംഗ് മിക്സ് റെഡിയാക്കി അതിലിട്ട് വളർത്തുക മാത്രമേ നമുക്ക് തൈ പിടിച്ച് കിട്ടുള്ളൂ. റെയർ വെറൈറ്റി അല്ലേ, ഇപ്പോൾ റെയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ വളർത്തിയാലേ കിട്ടുള്ളൂ എന്നൊന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അടിപൊളി ഒരു കളർ ഷെയ്ഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെയിലിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടില്ല, പ്ലാന്റ് ഈ ഒരെണ്ണേ ഉള്ളൂ. ഒന്ന് വലുതായി തൈകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്ത് വരുമ്പോൾ എനിക്ക് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ വളർത്തിയിട്ടില്ല ഇതിൻ്റെ വിത്തുകൾ. നല്ല സുന്ദരിയല്ലേ. അടുത്ത ആളെ കാണിക്കാം. അടുത്തത് ഒരു ലെൻഡാന കുട്ടിയാണ്. ഞാൻ കട്ടിങ് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഫ്ലവർ വന്നിട്ടുണ്ട്. കമ്പ്, ചെറിയ കുഞ്ഞി കമ്പ് കുത്തി പിടിപ്പിച്ചതാണ്. വളരെ വേഗം തന്നെ ഫ്ലവറും വന്നു. ഇനി നല്ല ബുഷിയായിട്ട് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് പണ്ടത്തെ വ്യൂ ആണ്. ഇതിൽ ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കലേഡിയംസൊക്കെ ഉണ്ട്. ബിഗോണിയൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല ആനയുടെ ചെവി പോലെയാണ് വളർന്നു നിന്നത്. ഒരുപാട് റെയർ കളക്ഷൻസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഒട്ടുമിക്ക പ്ലാന്റ്സും അഴുകി നശിച്ചും പോയി. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സും നല്ല ആരോഗ്യത്തോടെ വളരുമല്ലേ. അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. എനിക്കൊന്ന് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പ്ലാന്റ്സുകളെല്ലാം പോയി. വീണ്ടും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം. ഇതും പണ്ടത്തെ ഒരു വീഡിയോ തന്നെയാണ്. സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് വെച്ചിരുന്നത്. ഈ ഒരു ലുക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ കമൻറ്റ് തരണം. ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് സിറ്റ് ഔട്ടിൽ നിന്ന് പ്ലാന്റ്സ് എല്ലാം എടുത്ത് മാറ്റിയത്. കാണിച്ചാൽ പാമ്പൊക്കെ കയറി കിടക്കും, കുഞ്ഞുങ്ങളുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്ലാന്റ്സുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയത്. പക്ഷേ മാറ്റിയതിന് ശേഷം ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കുറേ പേര് അഴുകിപ്പോയി. എൻ്റെതായി കാണുന്ന ഇംഗ്ലീഷ് ഐവി പ്ലാന്റ് ഉൾപ്പെടെ അഴുകിപ്പോയി. അപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചാലും എനിക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ. പണ്ടത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്നത്തെ മോർണിംഗ് വൈബ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട ഒരു ചെമ്പരത്തിക്കുട്ടി, നല്ല കളർഫുള്ളായിട്ടുള്ള ചെമ്പരത്തി, വലിയ 5 തളിൻ്റെ ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.